പാലക്കാട്ട് ചില ശക്തമായ രാഷ്ട്രീയ നീക്കങ്ങൾ ഉണ്ടാകുന്നു കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന്. നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ സതീശൻ പറഞ്ഞ വിസ്മയം പാലക്കാട് സംഭവിക്കുമോ എന്ന കാര്യം കാത്തിരുന്ന് കാണണം. KTDC ചെയർമാൻ PK ശശി നമുക്കറിയാം CPMന്റെ പാലക്കാട്ടെ മുഖമാണ്. സമീപകാലത്തായി പാർട്ടിയുമായി പല വിഷയങ്ങളിൽ ഉടക്കി നിൽക്കുന്ന ആളാണ്. ശശി പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേരുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ വിഷയത്തിൽ ചില അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. പുതിയ പാർട്ടി രൂപീകരിക്കാൻ പാലക്കാട്ട് CPM വിമതർ നീക്കം തുടങ്ങി എന്ന സൂചനകൾ കൂടിയുണ്ട്. ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് മുന്നണി രൂപീകരിക്കും എന്നാണ് വിവരം. വലിയതോതിൽ വിമത ശല്യം പാർട്ടിക്കുള്ള ഒരു സ്ഥലം കൂടിയാണ് പാലക്കാട്. നമുക്കറിയാം വിമതരുടെ പാർട്ടിയിൽ PK ശശിയെയും ഉൾപ്പെടുത്താൻ നീക്കമുണ്ട്. മറ്റു വാർത്ത വരുന്നത് പ്രമീള എന്ന മുൻ പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ BJPയുടെ അവിടുത്തെ പ്രധാനപ്പെട്ട നേതാവിനെയും കോൺഗ്രസിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. സതീശന്റെ യാത്ര അടുത്ത ദിവസങ്ങളിൽ പാലക്കാട് എത്തുമ്പോഴായിരിക്കും ഈ വിസ്മയം ഉണ്ടാവുക എന്നാണ് ചില വിവരങ്ങൾ പുറത്തുവിടുന്നത്. CV അനുമോദ് വിവരങ്ങളുമായി ചേരും. അനുമോദ്, പാലക്കാട്ടാകുമോ സതീശൻ പറഞ്ഞ വിസ്മയത്തിന്റെ പ്രധാന ഒരു പങ്ക് വഹിക്കുക? ഏതായാലും ശശി കഴിഞ്ഞ കുറേ നാളുകളായി പാർട്ടിയുമായി അകൽച്ചയിലാണ്. KTDC ചെയർമാൻ സ്ഥാനമുണ്ട് എങ്കിൽ പോലും ശശിക്ക് മത്സരിക്കാൻ ഒറ്റപ്പാലം അടക്കമുള്ള മണ്ഡലങ്ങൾ കാത്തുവെച്ചിട്ടുമുണ്ട് കോൺഗ്രസ് എന്നാണ് മനസ്സിലാകുന്നത്. എന്താണ് സംഭവിക്കുന്നത്? രഞ്ജിത്ത്, പാലക്കാട്ടെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അസംതൃപ്തരായവരുടെ ഒരു കൂട്ടായ്മ അത് UDFന് പിന്തുണയുമായിട്ട് രൂപീകരിക്കുക എന്നതാണ് ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. കൊഴിഞ്ഞാമ്പാറയിലെയും അതുപോലെ ഒറ്റപ്പാലത്തെയും മണ്ണാർക്കാട്ടെയും തുടങ്ങി പാലക്കാട് ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി നയങ്ങളോട് അസംതൃപ്തിയുള്ളവരുടെ ഒരു കൂട്ടായ്മ എന്ന രീതിയിലാണ് ഇത് രൂപീകരിക്കപ്പെടുന്നത്. ഇതിലേറ്റവും പ്രധാനം PK ശശി ഇവർക്കൊപ്പം ചേരുമോ എന്നുള്ളതാണ്. നിലവിൽ PK ശശി പാർട്ടിയിൽ സജീവമല്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ളവർ പറയുന്നത് ശശി തീരുമാനമെടുത്തിട്ടില്ല എന്നുള്ളത് തന്നെ. പക്ഷേ നമുക്കറിയാം രാഷ്ട്രീയത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തുണ്ടാകുന്ന അനിശ്ചിതത്വം കൃത്യമായിട്ടുള്ള ചില ആശയവിനിമയങ്ങൾക്ക് ശേഷമേ അത്തരത്തിൽ ഒരു സ്ഥിരീകരണത്തിലേക്ക് ശശി അടക്കമുള്ളവർ കടക്കൂ എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏറ്റവും പ്രധാനം അദ്ദേഹം മത്സരിക്കുകയാണെങ്കിൽ PK ശശി അദ്ദേഹം UDFനൊപ്പം ഈ ഒരു പാർട്ടിയുടെ ഈ ഡെമോക്രാറ്റിക് ഈ സഖ്യത്തിൻ്റെ കൂടെ മത്സരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ പാലക്കാട് ജില്ലയിൽ പല ഇടങ്ങളിലും അത് ഇടതുപക്ഷത്തിൻ്റെ തലവേദന ഉണ്ടാകുന്ന സാഹചര്യമായിരിക്കും. ഇതോടൊപ്പം തന്നെ പല പേരുകളും പറഞ്ഞു. നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ച പ്രമീളയുടെ പേര്, അതേപോലെ VSന്റെ മുൻ VA ആയിരുന്ന സുരേഷിൻ്റെ പേര്, ഇവരുടെയൊക്കെ പേര് ഈ ഒരു നീക്കത്തിൻ്റെ ഭാഗമായി ഉയർന്നു കേൾക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെങ്കിലും ഈ മാസം ഇത് സംബന്ധിച്ചുള്ള ഒരു ഔദ്യോഗികമായിട്ടുള്ള തീരുമാനത്തിലേക്ക് എത്തുമെന്നാണ് ഈ ഒരു കൂട്ടായ്മയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിലേറ്റവും പ്രധാനം VD സതീശൻ്റെ യാത്ര പാലക്കാടേക്ക് എത്തുമ്പോൾ അതിൽ PK ശശി പങ്കെടുക്കുമോ എന്നുള്ള ചോദ്യം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ അതുണ്ടാക്കുന്നത് പാലക്കാട് ഇടതുപക്ഷത്തിന് ഒരു വലിയ ഒരു ഭീഷണിയായിരുന്ന സാഹചര്യം തന്നെയായിരിക്കും ഉണ്ടാവുക. എന്നിരുന്നാൽ തന്നെയും PK ശശിയെ ഒപ്പം നിർത്താനുള്ള നീക്കങ്ങളും പാർട്ടിയുടെ ഭാഗത്തുനിന്നും പുരോഗമിക്കുന്നുണ്ട്. അദ്ദേഹത്തെ തിരികെ ജില്ലാ കമ്മിറ്റിയിലേക്കും ജില്ലാ സെക്രട്ടറിയിലേക്കും ഉൾപ്പെടുത്തുന്നതിനെക്കുറിച്ചുള്ള ആലോചനകളും നടക്കുന്നുണ്ട് എന്ന വിവരവും വരുന്നുണ്ട്. എന്ന് തന്നെയാണെങ്കിലും വളരെ പ്രധാനപ്പെട്ടതാണ് PK ശശി ഉൾപ്പെടുന്നവർ ഈ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് നിൽക്കുമോ എന്നുള്ള കാര്യം. എന്നാണെങ്കിലും ഈ കൂട്ടായ്മ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. കൊഴിഞ്ഞാമ്പാറയിൽ നേരത്തെ ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടി ഉണ്ടാക്കിയ ആ ഒരു സഖ്യം, ആ ഒരു നീക്കം അത് ജില്ല മുഴുവൻ വ്യാപിപ്പിക്കുമ്പോൾ ഏതെല്ലാം മേഖലകളിൽ ഇടതുപക്ഷത്തിനത് ആ തിരിച്ചടി നൽകും എന്നുള്ളതാണ് അറിയേണ്ടത്. രഞ്ജിത്ത്, ഈ PK ശശി നമുക്കറിയാം അനുമോദം കഴിഞ്ഞ കുറേ കാലങ്ങളായി പാർട്ടിയുമായി അത്ര രസത്തിലല്ല. ശശിക്കായി വിവിധ മണ്ഡലങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ടെന്ന് വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അത് ശശി തൻ്റെ നിലപാട് കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാണോ? ഒപ്പം നമുക്കറിയാം ഇന്നലെ സുരേഷ് പറഞ്ഞത് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം തന്നോട് സംസാരിച്ചിട്ടുണ്ട് മലമ്പുഴയിൽ മത്സരിക്കുന്ന കാര്യത്തിൽ. അത്തരത്തിലൊരു സംസാരവും മറുപടിയുമൊക്കെ ആയോ ഇതിനകം? നീക്കുപോക്കുകൾ നടക്കുന്നുണ്ട്, ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നുള്ളത് സജീവമായിട്ട് തന്നെ നടക്കുന്ന ഒരു കാര്യമാണ്. PK ശശിയും സുരേഷിനെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അത്തരത്തിലൊരു നീക്കം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഇടതുപക്ഷത്തിനുണ്ടാക്കുന്ന ഡാമേജ് പല മേഖലകളിലും വലുതായിരിക്കുമെന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവരെ ഒപ്പം നിർത്താനുള്ള ശ്രമങ്ങളും പാർട്ടിയിലെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. മിക്കവാറും ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലാ സെക്രട്ടറിയുമായിട്ട് അത്ര സൗഹൃദത്തിലല്ലാത്തവരാണ് ഈ ഒരു നീക്കത്തിന് മുൻകൈ എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ PK ശശിയെ അദ്ദേഹത്തിനെതിരായിട്ടുള്ള ആക്ഷേപങ്ങൾ മറ്റു പലതുമാണ്. അദ്ദേഹം
കൃത്യമായിട്ട് മണ്ണാർക്കാട് മേഖലയിൽ UDF-ഉമായിട്ട് സൗഹൃദവും ബന്ധമൊക്കെ വെച്ച് പുലർത്തുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തീരുമാനം വളരെ പ്രധാനപ്പെട്ടതാകുന്നത് 3 മണ്ഡലങ്ങളിലധികം അദ്ദേഹം സ്വാധീനം ഉണ്ടാകും എന്ന സാഹചര്യത്തിലാണ്. നിലവിൽ അദ്ദേഹം തീരുമാനം ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല എന്നതിൻ്റെ കാരണവും ഇവിടെ എന്തെല്ലാം തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാകും, ഏതെല്ലാം നീക്കുപോക്കുകളുണ്ടാകും, തനിക്ക് പാർട്ടിയിൽ നഷ്ടമായ സ്ഥാനങ്ങൾ അത് തിരിച്ചു കിട്ടാനുള്ള സാഹചര്യമുണ്ടോ എന്നുള്ളത് കൂടിയൊക്കെ അറിഞ്ഞതിന് ശേഷമായിരിക്കും അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് അദ്ദേഹം എത്തുക. എന്നാണെങ്കിൽ അദ്ദേഹം ഒപ്പം നിൽക്കുമെന്നൊരു പ്രതീക്ഷയിലാണ് ഈ ഒരു കൂട്ടായ്മയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവർ. അതേസമയം PK ശശി അദ്ദേഹത്തിൻ്റെ നിലപാട് ഇനിയും പ്രഖ്യാപിക്കാനിരിക്കുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. TV അനുമോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.